പ്രിയമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. യാ അയ്യുഹന്നാസു ഖദ് ജാഅതുകും മൗഇളത്തുൻ. മനുഷ്യരെ, നിങ്ങളുടെ രക്ഷിതാവിങ്കിൽ നിന്നുള്ള സതുപദേശവും മനസ്സുകളിലുള്ള രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു. സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. അപ്പോൾ അള്ളാഹുവിൽ നിന്നുള്ള സതുപദേശമാണ്. ഞാനൊക്കെ മദ്രസയിൽ പഠിക്കുമ്പോൾ ആദ്യമായിട്ട് മദ്രസയിൽ പഠിച്ചത് ചേവായൂർ എന്ന സ്ഥലത്തായിരുന്നു. പണ്ട് നമ്മൾ താമസിച്ചിരുന്നു അവിടെയായിരുന്നു. അപ്പോൾ അവിടെ ഒരു മദ്രസ ഉണ്ടായിരുന്നു, നൂറുൽ ഇസ്ലാം അങ്ങനത്തെ പറഞ്ഞ പേര്. അവിടെ ഒരു അധ്യാപകൻ ഉണ്ടായിരുന്നുള്ളൂ. എല്ലാ ക്ലാസ്സിലേക്കും 5ാം ക്ലാസ് 7ാം ക്ലാസ് വരെയുള്ള കുട്ടികൾക്ക് ഒരൊറ്റ അധ്യാപകൻ ഉണ്ടായിരുന്നു. അദ്ദേഹം പാഠം മാറ്റി കൊടുക്കും. നമ്മൾ ഒരു പാഠം അദ്ദേഹം ചൊല്ലിക്കൊടുക്കും. ഒരു കുട്ടികൾക്ക് 2 or 3 കുട്ടികൾക്ക് ചൊല്ലിക്കൊടുക്കും. അപ്പോൾ അവർ എന്ത് ചെയ്യും, അത് പഠിച്ചിട്ട് ഏകദേശം 1/2 മണിക്കൂർ കൊണ്ട് ആ പാഠം പഠിക്കുകയൊക്കെ ചെയ്യും. ഇനി എഴുതാനാണെങ്കിൽ അക്ഷരങ്ങൾ എഴുതി കാണിക്കാൻ പാടും. അപ്പോൾ 1/2 മണിക്കൂർ കൊണ്ട് അവർ എഴുതി കാണിക്കും. അപ്പോൾ അടുത്ത അക്ഷരം പഠിപ്പിക്കും. അലിഫ് എന്നുള്ള അക്ഷരം അദ്ദേഹം എഴുതി കാണിച്ചു കൊടുക്കും. ഇപ്പോൾ 1ാം ക്ലാസ്സിലത്തെ കുട്ടികൾ 5-6 കുട്ടികളൊക്കെ ഉണ്ടാവുള്ളൂ ചിലപ്പോൾ. അപ്പോൾ അവർക്ക് അദ്ദേഹം എഴുതി കൊടുക്കും. അങ്ങനെ അവർ എന്ത് ചെയ്യും, തിരിച്ച് അത് എഴുതുകയും അലിഫ് എന്ന് പറയുകയും ചെയ്തു കഴിഞ്ഞാൽ അടുത്ത അക്ഷരം അവർക്ക് പഠിപ്പിച്ചു കൊടുക്കും. ഓരോ ക്ലാസ്സിലെ കുട്ടികളും ഓരോരോ പാഠങ്ങളായിട്ട് വരും, അവർ ചൊല്ലിക്കൊടുക്കും. പിന്നെ അതിൽ പഠിക്കേണ്ടതൊക്കെ പഠിച്ച് രണ്ടാമതും തിരിച്ച് അത് ചൊല്ലിക്കൊടുത്തു കഴിഞ്ഞാൽ അടുത്ത പാഠം മാറ്റിക്കൊടുക്കും. അങ്ങനെയായിരുന്നു ഉണ്ടായിരുന്നു. 7ാം ക്ലാസ് വരെയുള്ള കുട്ടികളവിടെ പഠിച്ചിരുന്നത്. ഏകദേശം ഒരു 100-150 കുട്ടികളൊക്കെ ഒരു ക്ലാസ്സിലുണ്ട്. വലിയൊരു ഇച്ചിരി ഹാള് പോലത്തെ ഒരു റൂമായിരുന്നു. നല്ലൊരു അന്തരീക്ഷമായിരുന്നു അവിടെ. എനിക്കിഷ്ടപ്പെട്ടൊരു മദ്രസ പഠനമായിരുന്നത്. അപ്പം പിന്നെ അത് മാത്രമല്ല, നമുക്കിപ്പം എല്ലാ സംശയങ്ങളും നമുക്ക് അധ്യാപകൻ്റെ അടുത്തേക്ക് പോകണ്ട. തൊട്ടടുത്ത് 2ാം ക്ലാസ് കുട്ടികളും 3ാം ക്ലാസ് കുട്ടികളും 5ാം ക്ലാസ്സും 7ാം ക്ലാസ്സും ഒക്കെ തൊട്ടടുത്തുണ്ട്. അപ്പോൾ അവർ സംശയങ്ങളൊക്കെ അവർ പറഞ്ഞു ചിലർ. അപ്പോൾ നമുക്ക് പാഠം മാറ്റാൻ വേണ്ടി മാത്രം അധ്യാപകൻ്റെ അടുത്ത് പോയാൽ മതി. നമ്മൾ പോരാൻ നേരത്ത് മറ്റൊരു അധ്യാപകനും കൂടി അവിടെ വന്നിരുന്നു. 2 അധ്യാപകൻ. അദ്ദേഹത്തിന് ഒറ്റ കഴിയാത്തതുകൊണ്ട് ഒരു അധ്യാപകനും കൂടി വന്നിരുന്നു. അപ്പം അതിൽ ഞാൻ പറയാൻ കാരണം, അതിൽ സതുപദേശം എന്നുള്ളൊരിതുണ്ടായിരുന്നു. 2ാം ക്ലാസ്സിലാണോ 1ാം ക്ലാസ്സിലാണോ അറിയില്ല, 2ാം ക്ലാസ്സിലായിരിക്കും. ഒരു പാഠത്തിൻ്റെ ബാക്കിൽ സതുപദേശം ഒരുപാട് കാര്യങ്ങൾ പഠിപ്പിക്കാനുണ്ടായിരുന്നു. അതിൽ ഉച്ചത്തിൽ സംസാരിക്കരുത്, മറ്റുള്ളവർ സംസാരിക്കുമ്പോൾ ഇടയിൽ കയറി സംസാരിക്കരുത്. ഒരുപാട് 10-20 സതുപദേശങ്ങൾ നിത്യജീവിതത്തിലേക്ക് പകർത്തേണ്ട സതുപദേശങ്ങളുണ്ടായിരുന്നു. ചിലപ്പോൾ ക്ലാസ്സിൽ കുട്ടികൾ അച്ചടക്ക രാഹിത്യം കാണിക്കുമ്പോൾ ഉസ്താദ് ദേഷ്യപ്പെടുകയും ഈ സതുപദേശങ്ങൾ ഏതെങ്കിലും ഒരാളെ കൊണ്ട് ഉറക്കനെ വായിപ്പിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അത് നല്ലവണ്ണം അടിക്കുകയും ചെയ്തു. തെറ്റ് കണ്ട ഉടനെ നല്ലവണ്ണം അടിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. അപ്പം പറഞ്ഞു സതുപദേശങ്ങളാണ്. അത് അല്ലാഹുവിൽ നിന്നുള്ള സതുപദേശമാണിത്. ഖുർആൻ നേർവഴിയിൽ നല്ല നടപ്പിന് നമ്മൾ മനുഷ്യരെല്ലാം നേർവഴിയിൽ നടക്കാൻ വേണ്ട നിർദ്ദേശങ്ങൾ, സമൂഹത്തിൽ ശാന്തിയും സമാധാനവും നിലനിർത്തേണ്ട ഉദ്ദേശങ്ങളും കാര്യങ്ങളൊക്കെ അതിലുള്ളത്. അപ്പം ഇസ്ലാം സമാധാനമാണല്ലോ. ഇത് സമാധാനം ഉള്ളതുകൊണ്ട് പറഞ്ഞുകൊണ്ട് കാര്യമില്ല, അത് പ്രാവർത്തികമാക്കണം. പ്രാവർത്തികമാക്കണമെങ്കിൽ എല്ലാ മനുഷ്യരും അടക്കും ചിട്ടയോടും കൂടി ജീവിക്കണം. ഇപ്പോൾ ഒരു ക്ലാസ്സിൽ എല്ലാ കുട്ടികളും മോഷ്ടിക്കുകയാണെങ്കിൽ പിന്നെ ആ ക്ലാസ്സിൽ ഇരിക്കാൻ കഴിയുക? നമ്മൾ കൊണ്ടുവരുന്ന പുസ്തകങ്ങളും പേനയും ഒക്കെ മോഷ്ടിച്ച് പോകുക എന്ന് വെച്ചാൽ ആ ക്ലാസ്സിൽ അധ്യാപകനെ ക്ലാസ് എടുക്കാൻ കഴിയും? അധ്യാപകൻ്റെ വസ്തുക്കൾ മോഷ്ടിക്കുക. അപ്പോൾ ഒരു അച്ചടക്കം വേണം എല്ലായിടത്തും. അപ്പോൾ അതുപോലെ അധ്യാപകൻ പറയുമ്പോൾ ശ്രദ്ധിച്ച് കേൾക്കണം, ഹോംവർക്ക് കൃത്യമായി ചെയ്തു കൊണ്ടുവരണം, ക്ലാസ് വൃത്തിയായി സൂക്ഷിക്കണം, നിശബ്ദരായിരിക്കണം, പഠിക്കാനുള്ള കൃത്യമായി പഠിച്ചു കൊണ്ടുവരണം, നല്ല വസ്ത്രങ്ങൾ ധരിക്കണം, തുടങ്ങിയ കാര്യങ്ങളൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ആ ക്ലാസ്സിൽ സമാധാനം ഉണ്ടാവുള്ളൂ. അപ്പോൾ ഇസ്ലാമിൽ സമാധാനം എന്ന് പറയുമ്പോൾ സമാധാനത്തിന് ഉതകുന്ന കാര്യങ്ങളൊക്കെ പഠിപ്പിക്കണം, അത് പ്രാവർത്തികമാക്കണം, എങ്കിലേ സമാധാനം ഉണ്ടാവുള്ളൂ. എല്ലാവരും പുസ്തകത്തിൽ സമാധാനം ഉണ്ടാവില്ലല്ലോ. പുസ്തകമല്ല സമാധാനം. മനുഷ്യനും മനുഷ്യൻ്റെ സമൂഹവും
മനുഷ്യർക്കും സമൂഹവുമാണ് സമാധാന ചിത്തരാവേണ്ടത്. അപ്പോൾ അതിന് വേണ്ട നിർദ്ദേശങ്ങളും കാര്യങ്ങളും ഒക്കെയാണ് ഖുർആനുള്ളത്. ഇത് തന്നെയാണ് അള്ളാഹുവിൽ നിന്ന് സതുപദേശം. നമ്മൾ നല്ല നടപ്പിന് വേണ്ട എല്ലാ കാര്യങ്ങളും ഖുർആനിലുണ്ട്. അതുപോലെ തന്നെ പ്രവാചകനും അതിന് മുമ്പും പ്രവാചക നുബുവത്തിന് കിട്ടുന്നതിന് മുമ്പും ഖുർആൻ്റെ പതിപ്പായിരുന്നു. ഖുർആൻ എന്താണോ അത് തന്നെയായിരുന്നു പ്രവാചകന് മുമ്പും. സത്യസന്ധൻ എന്നുള്ള പേര് നുബുവത്ത് കിട്ടിയ ശേഷം പ്രവാചകന് വന്ന പേരല്ല, അതിന് മുമ്പേ സത്യസന്ധൻ എന്നുള്ള പേരാണ്. അപ്പോൾ ഖുർആൻ സത്യമേ പറയാവൂ എന്ന് പറയുന്നതിന് മുമ്പ് തന്നെ പ്രവാചകൻ ഇതൊക്കെ ചെയ്തിരുന്നു. അള്ളാഹുവിൻ്റെ ഒരു ഉദ്ദേശമൊക്കെ ഉണ്ടാവും. അള്ളാഹുവിൻ്റെ ഉദ്ദേശമില്ലാതെ നടക്കില്ല. പ്രവാചകൻ അങ്ങനെ അള്ളാഹു വളർത്തിക്കൊണ്ടുവന്നു. ഞാൻ പറഞ്ഞു വരുന്നത് നമ്മൾ നല്ലവരായി ജീവിക്കുക. അപ്പോൾ അങ്ങനെയുള്ള സതുപദേശമാണ് ഖുർആനുള്ളത്. അതുപോലെ തന്നെ മനസ്സുകളുടെ രോഗത്തിന് ശമനവും. നമ്മുടെ മനസ്സിൽ എന്തൊക്കെ രോഗപ്രയാസങ്ങളിലെ ടെൻഷൻ, ഇതൊക്കെ മനസ്സിൻ്റെ ടെൻഷനുകളൊക്കെ പ്രധാന കാരണം നമ്മൾ ആദ്യമാണ്. അപ്പോൾ ഉദാഹരണമായി നമ്മൾ എക്സാമിൽ പങ്കെടുക്കേണ്ടതുണ്ട്, അല്ലെങ്കിൽ ഒരു ഇൻ്റർവ്യൂവിൽ പങ്കെടുക്കേണ്ടതെന്ന് കൂട്ടുക. അടുത്ത ആഴ്ച ഒരു ഇൻ്റർവ്യൂ ആണ്. നമ്മൾ 7 നാൾ കഷ്ടപ്പെട്ട് പഠിച്ചതിൻ്റെ സാക്ഷാത്കാരം, ജോലിയിലേക്ക് പ്രവേശിക്കേണ്ട ആദ്യ നടപടി. അത് ഇൻ്റർവ്യൂവിൽ നമ്മൾ പരാജയപ്പെട്ടാൽ നമ്മൾ പഠിച്ചതൊക്കെ വെറുതെ ആയിരുന്നു കൂട്ടുക. അപ്പോൾ നമുക്ക് ഭയങ്കര ആദ്യമായിരിക്കും. ആഴ്ച പൂർത്തിയായി ആ ഇൻ്റർവ്യൂവിൽ ജയിക്കുന്നവരെ നമുക്ക് ടെൻഷനായിരിക്കും. നമുക്ക് ഉറക്കമില്ലാത്ത രാത്രിയായിരിക്കും. പാസ്സാവോ. അപ്പോൾ ഈ ടെൻഷൻ്റെ കാരണം എന്താണ്? നമുക്ക് ഭയം, ജോലി നഷ്ടപ്പെടുമോ, ഞാൻ പഠിച്ചതൊക്കെ വെറുതെ ആയിപ്പോയോ, ജോലി ഇല്ലെങ്കിൽ പട്ടിണിയാവില്ലേ, നമ്മളെ കടങ്ങൾ വീട്ടാൻ കഴിയില്ല, ഒരുപാട് കടമുണ്ടല്ലോ, ഇതൊക്കെ ടെൻഷനായിട്ട് വരുന്നു. അപ്പോൾ നമ്മളിതൊന്നും ടെൻഷനായി എടുക്കരുത്. കാരണം ഒക്കെ അള്ളാഹു നൽകിയതാണ്, നമ്മൾ അള്ളാഹുവിൻ്റേതാണ്, നമ്മൾ അള്ളാഹുവിൽ നിന്ന് വന്നവരാണ്, നമ്മൾ അള്ളാഹുവിലേക്ക് മടങ്ങേണ്ടവരുമാണ്. അപ്പോൾ നമുക്ക് ജോലി കിട്ടിയാലെന്ത്, കിട്ടിയില്ലെങ്കിലെന്ത്, നമ്മളെപ്പോഴും ഒരു ടെൻഷൻ ഉണ്ടാവാൻ പാടില്ല. നമ്മളെപ്പോഴും മനസ്സെപ്പോഴും ഫ്രീ ആയിരിക്കണം. അതേസമയം നമ്മൾ ശ്രമിക്കും വേണം. അലസരായിരിക്കരുത്. നമ്മൾ ഓരോ കാലങ്ങൾ ചെയ്യേണ്ടത് നമ്മൾ ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ പഠിക്കേണ്ട കാലത്ത് പഠിക്കാൻ കഴിയുള്ളൂ. ഇപ്പം പ്രായമായി കഴിഞ്ഞാൽ നമുക്ക് പഠിക്കാനുള്ള സാഹചര്യം ഉണ്ടായിരുന്നു. ചെറുപ്രായത്തിൽ നമ്മൾ പഠിക്കേണ്ട എല്ലാ സൗകര്യങ്ങളും മാതാപിതാക്കൾ നമുക്ക് ഒരുക്കി തരുന്നുണ്ട്, അല്ലേ? റൂം, പുസ്തകങ്ങൾ, സ്കൂള്, ട്യൂഷന് ഒക്കെ, ഗൈഡ് തുടങ്ങിയ എല്ലാ കാര്യങ്ങളും ഒക്കെ നമുക്ക് മാതാപിതാക്കൾ ഒരുക്കി തരുന്നത്. അപ്പോൾ നമ്മൾ ആ സമയത്ത് പഠിക്കുക, ജോലിക്ക് വേണ്ടി ശ്രമിക്കുക. പക്ഷെ ഒന്നും ടെൻഷൻ ആവരുത്. അത് നഷ്ടപ്പെട്ട വേറെ അതുണ്ടാവും. മനസ്സിലെ വാക്കീടിയ ദൈവം അന്നം തരാതിരിക്കില്ല. അപ്പം നമുക്ക് വേണ്ട ഭക്ഷണം ഒക്കെ അള്ളാഹു നൽകും. ടെൻഷൻ അടിക്കരുത്. അപ്പം പറഞ്ഞു വരുന്നത് രോഗത്തിന് ശമനം. അപ്പോൾ നമ്മൾ ഈ ടെൻഷൻ വരാൻ കാരണം ഭൗതിക പ്രേമമാണ്. ഇത് തന്നെയാണ് ജീവിതത്തിൻ്റെ ആകത്തുക. ഭൗതികതയാണ് ആകത്തുക. ഇവിടെ തന്നെ നമ്മൾ ജീവിച്ച് മരിക്കുന്നു, ഇനിയൊരു ജീവിതമില്ല എന്ന് ചിന്തിക്കുന്നവർക്കാണ് ടെൻഷൻ വരിക. അതേസമയം നമ്മൾ യഥാർത്ഥ ജീവിതം പരലോകമാണ്. നമ്മളൊരു ഇവിടെ ഒരു വഴിത്താവളമാണല്ലേ. നമ്മൾ അല്പം ക്ഷീണിച്ച മനുഷ്യർ ഒരു മരച്ചുവട്ടിലിരിക്കുന്ന പോലെ അത്രയേ ഉള്ളൂ ഈ ഭൗതിക ജീവിതം എന്ന് നമ്മൾ കണക്കാക്കിയ യാതൊരു ടെൻഷനും ഉണ്ടാവില്ല. ആ ചിന്ത നമ്മളുണ്ടായിക്കഴിഞ്ഞാൽ നമ്മളെല്ലാ രോഗത്തിലും മരുന്നാവും. എല്ലാ രോഗങ്ങൾക്ക് പ്രധാന കാരണം എന്താണ്? മാനസിക രോഗങ്ങളാണ് നമുക്ക് വരുന്നത്. ശരീരത്തിനുള്ള രോഗം ആദ്യം വരുന്നത് മനസ്സിനാണ്. അപ്പോൾ മനസ്സിൻ്റെ രോഗത്തിനുള്ള മരുന്ന് ആണ് രോഗത്തിന് ശമനം. ശാരീരിക രോഗത്തിന് കാരണം മാനസിക രോഗമാണ്. ഇപ്പോൾ ടെൻഷൻ കൂടിക്കഴിഞ്ഞാൽ ഉറക്കം കിട്ടൂല. ഉറക്കം കിട്ടിയില്ലെങ്കിൽ ശരീരത്തിൻ്റെ പ്രവർത്തനങ്ങൾ ശരിയായി നടക്കില്ല. അപ്പോൾ പല രോഗങ്ങൾ, വയറുവേദന, ഊരവേദന, അല്ലേ? നമ്മൾ എല്ലാം മറന്ന് ഉറങ്ങിക്കഴിഞ്ഞാൽ ക്ഷീണം മാറുള്ളൂ. രാവിലെ എണീക്കുമ്പോൾ നമ്മൾ ഉന്മേഷത്തോടു കൂടി ജീവിക്കുന്നത് എല്ലാം മറന്ന് ഉറങ്ങുന്നത് കൊണ്ടാണ്. ഉറങ്ങാതെ നമ്മൾ കണ്ണും വീച്ചിങ്ങനെ വെറുതെ കിടന്നത് കൊണ്ട് കാര്യമില്ല. രാവിലെ എണീക്കുമ്പോൾ ഭയങ്കര നടുവേദന, ഇവിടെ വേദന ഒക്കെ വരും. അപ്പം ശാരീരിക രോഗത്തിന് കാരണം എന്താണ്? മനസ്സിൻ്റെ പ്രശ്നങ്ങൾ. ഒട്ടുമിക്ക രോഗങ്ങൾ, 95% രോഗങ്ങളും നമ്മുടെ മനസ്സിൽ നിന്ന് വരുന്നതാണ്. അപ്പം ആ മനസ്സിൻ്റെ രോഗം ഇവിടെ നിന്ന് വരുന്ന ടെൻഷൻ മാറാൻ എന്താണ്? ഭൗതികപ്രേമം ഇല്ലാതിരിക്കാം എന്ത് വേണം? ഖുർആൻ വായിച്ചാൽ മതി. ഖുർആൻ പതിവായി വായിക്കുമ്പോൾ നമുക്ക് ഭൗതികപ്രേമം ഉണ്ടാവില്ല. പരലോകത്തെ ഗുണങ്ങളും
ശിക്ഷകളും രക്ഷകളും, അതുപോലെ തന്നെ പല പ്രവാചകന്മാർ നേരിട്ട പ്രയാസങ്ങളും, അതുപോലെ തന്നെ വിജയവും. യൂസുഫ് നബിയുടെ കഥ വായിക്കുമ്പോൾ എന്തായാലും അദ്ദേഹം ഉദ്ദേശിച്ച കാര്യം നടന്നു. എന്തൊക്കെ ആയാലും ഒടുക്കം അദ്ദേഹത്തിൻ്റെ സഹോദരന്മാർ എന്തൊക്കെ ദ്രോഹിച്ചു കഴിഞ്ഞിട്ടും അദ്ദേഹം അള്ളാഹു നിശ്ചയിച്ച കാര്യങ്ങൾ അത് പൂർത്തീകരിച്ചു. അപ്പം അങ്ങനെ വരുന്നവർക്ക് ടെൻഷൻ ഉണ്ടാകും. അവന് ഒരു വ്യക്തി എത്തിപ്പെടേണ്ട സ്ഥലത്തേക്ക് എന്തായാലും എത്തിപ്പെടും. അങ്ങനെയുള്ളവൻ ടെൻഷൻ അടിക്കേണ്ട ആവശ്യമില്ല. അപ്പോൾ എല്ലാ മാനസിക രോഗങ്ങൾക്കും മരുന്നാണ് ഖുർആൻ. അതാണ് ഇവിടെ പറയുന്നത്, രോഗത്തിന് ശമനവും നിങ്ങൾക്ക് വന്നു കിട്ടിയിരിക്കുന്നു, സത്യവിശ്വാസികൾക്ക് മാർഗദർശനവും കാരുണ്യവും വന്നു കിട്ടിയിരിക്കുന്നു. അപ്പോൾ അതുപോലെ ഇത് സത്യത്തിൽ വിശ്വസിക്കുന്നവർക്ക് മാർഗദർശകമാണ്. നമ്മളിപ്പോൾ നമ്മൾ സത്യവിശ്വാസിയാണെന്ന് കൂട്ടുക, പക്ഷെ നമുക്ക് നമ്മളെ സുഹൃത്തുക്കളൊക്കെ സത്യനിഷേധികളാണ്, തിന്മകൾ ചെയ്യുന്ന ഒരാൾക്കാണ്. ഇപ്പോൾ ഉദാഹരണമായിട്ട് കോളേജിൽ നമ്മൾ പോയി പഠിക്കാമെന്ന് കൂട്ടുക, എല്ലാ വിദ്യാർത്ഥികളും പിന്നെ ബീഡിയും പുകവലിക്കുന്നവരാണ്, ബീഡി സിഗരറ്റ് അതുപോലത്തെ ഹാൻഡ്സ് ഇതൊക്കെ വെക്കുന്നവരാണ്. ഒരാൾ പോലും നമുക്കില്ല നമ്മുടെ ഭാഗത്ത്. ഇപ്പോൾ ഞാൻ ആണെന്ന് കൂട്ടുക, ഞാൻ എന്ത് ചെയ്യുക, പുകവലിക്കുക ഒന്നും ചെയ്യില്ല. പക്ഷേ കോളേജിലെ മുഴുവൻ കുട്ടികളും പുകവലിയും ഹാൻഡ്സ് ബീഡി ഒക്കെ എല്ലാ ദുശ്ശീലങ്ങളുണ്ട്. അപ്പോൾ എൻ്റെ കൂടെ ഒരാളുമില്ല. അപ്പോൾ അങ്ങനെ ഇരിക്കുമ്പോൾ ഒരു കോളേജിൽ പഠിപ്പിക്കാനൊരു പുസ്തകമുണ്ട്. ആ പുസ്തകത്തിൽ പുകവലിയുടെ ദൂഷ്യവശങ്ങളെ പറ്റിയും പുകവലിക്കാതിരുന്നാലുള്ള ഗുണങ്ങളെ പറ്റിയുള്ള ഒരു പുസ്തകം പഠിപ്പിക്കാനുണ്ടെന്ന് കൂട്ടുക. അപ്പോൾ ആ പുസ്തകമാണ് ഈ വ്യക്തിക്ക് അകപ്പാടുള്ള സഹായം. ബാക്കി എല്ലാവരും കോളേജ് പ്രൊഫസർമാർ വരെ പുകവലിക്കുകയും ഒക്കെ ചെയ്യുന്നവരാണെന്ന് കൂട്ടാം, സിഗരറ്റും വെറ്റിലയും ഒക്കെ ഉപയോഗിക്കുന്നവരാണെന്ന് കൂട്ടാം. അപ്പോൾ ഈ ആ വിദ്യാർത്ഥി ഞാനാണെന്നും കൂട്ടാം. അപ്പോൾ എനിക്ക് അകപ്പാടുള്ളൊരു അത്താണി ഈ പുസ്തകമായിരിക്കും. മറ്റുള്ളവർ പരീക്ഷിച്ച് വരോ പുകവലിക്കാത്ത ആരെങ്കിലും ഉണ്ടോ, പുകവലിക്കാത്തൊരു ആണാണോ എന്ന് ചോദിക്കുമ്പോൾ എനിക്ക് മറുപടി പറയാൻ എന്താണ് ഈ പുസ്തകം ചൂണ്ടിക്കാട്ടുന്നത്. ആ പുസ്തകത്തിൽ പറഞ്ഞു കേട്ടില്ലേ, നമ്മളെ കോളേജിൽ പഠിപ്പിക്കുന്ന പുസ്തകമാണ്. അപ്പോൾ ഒരു പുസ്തകം ഒരു തെളിവാണ്. അതുപോലെ തന്നെ മാർഗദർശകമാണ് ഖുർആൻ. നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ മറ്റുള്ളവർ പരീക്ഷിക്കുമ്പോൾ, നമ്മളിപ്പോൾ നന്മകൾ ചെയ്യുമ്പോൾ, നമ്മളിപ്പോൾ പാവപ്പെട്ടവരെ സഹായിക്കുന്നുണ്ട് കൂട്ടുക. ഇപ്പോൾ നമ്മളെ വീട്ടുകാരുമൊക്കെ നമ്മളെ കുറ്റപ്പെട്ടു, എന്തിനാണ് ഇങ്ങനെയുള്ള പൈസ മുഴുവൻ പാവങ്ങളെ സഹായിക്കുന്നത്, അവർക്ക് അള്ളാഹു ആരോഗ്യം നൽകിയിട്ടില്ലേ, എന്തിനാണ് സഹായിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ നമുക്ക് ചൂണ്ടിക്കാട്ടാനുള്ള ഖുർആനാണ്. ഖുർആനിൽ പറയുന്നുണ്ട് പാവങ്ങളെ സഹായിക്കണമെന്ന്. അതുപോലെ തന്നെ ഒരു മർദ്ദകനായ ഭരണാധികാരി ഉണ്ടെന്ന് കൂട്ടുക. അപ്പോൾ മോദി ഒരു മർദ്ദകനായ ഭരണാധികാരിയാണെന്ന് കൂട്ടുക. അപ്പോൾ അയാളെ പേടിച്ച് നമ്മളെല്ലാവരും വാലും ചുരുട്ടി ഇങ്ങനെ കഴിയണം. അപ്പോൾ നമുക്ക് ഖുർആൻ ചൂണ്ടിക്കാണിച്ച് പറയുക, നമ്രൂദിനെ വരെ പിന്നെ പടിയടച്ച് പിണ്ടം വെച്ച ചരിത്രങ്ങൾ ഖുർആനിലുണ്ട് എന്ന് ചൂണ്ടിക്കാട്ടി കൊടുക്കാം നമുക്ക്. അപ്പോൾ അതോടുകൂടി അവരെല്ലാ വായും മുട്ടും അല്ലേ, അവരുടെ സംസാരം നിലയ്ക്കും. അപ്പോൾ അതുപോലെ നമുക്ക് മാർഗദർശനമാണ്, നമുക്ക് നമ്മുടെ മുന്നോട്ടുള്ള പ്രയാണത്തിന് ഒരു ശക്തിയാണ്. ഒരു ഫോണ് ചാർജാക്കുന്ന മാതിരി ഫോണിൻ്റെ പവർ ഇങ്ങനെ കുറയുമ്പോൾ അതൊന്ന് ചാർജായി കഴിഞ്ഞാൽ ഒന്നും കൂടി ഊർജ്ജം കിട്ടും. നമ്മൾ ഭക്ഷണം കഴിച്ചാൽ ഒന്നും കൂടി നമുക്ക് ഊർജ്ജം കിട്ടും. അതുപോലെ ഒരു ഊർജ്ജം കിട്ടുന്ന ഒരു ഉപാധിയാണ് നമ്മൾ ഖുർആൻ പരിഭാഷ നമ്മൾ എല്ലാ ദിവസവും നമ്മൾ വായിക്കുക. ഉള്ളവൻ ദിവസവും വായിക്കാറുണ്ട്. ഒരു പേജിൽ അര പേജെങ്കിലും നമ്മൾ വായിക്കണം. അപ്പോൾ അതുവഴി നമുക്കൊരു ഊർജ്ജം കിട്ടും. നമ്മൾ ഒറ്റയ്ക്കല്ല, നമുക്കുമുള്ള മുമ്പുള്ള പ്രവാചകന്മാർ ഇതുപോലെ സത്യവും നീതിയും പാലിച്ച് ജീവിച്ചവരായിരുന്നു. എന്നിട്ട് അവരിൽ പരിപൂർണ വിജയം കണ്ടെത്തി എന്ന് കാണുമ്പോൾ നമുക്ക് ഉണ്ടാകുന്ന മനസ്സിന് ധൈര്യം വളരെ വലുതാണ്. ഉള്ളവന് 15-ാം വയസ്സിൽ ഖുർആൻ പരിഭാഷ വായിക്കാറുണ്ട്. അത് തന്നെ എൻ്റെ മുന്നോട്ടുള്ള ജീവിതത്തിന് വലിയൊരു ഊർജം നൽകാറുണ്ട്. അപ്പോൾ പിന്നെ മാർഗദർശനം കാരുണ്യവും അതുപോലെ തന്നെ കാരുണ്യവുമാണ്. നമ്മൾ കരുണയുള്ളവരാക്കി മാറ്റും ഖുർആൻ പാരായണം. ഖുർആനിൽ എപ്പോഴും പാവങ്ങളെ സഹായിക്കുന്നതും തുടങ്ങിയ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സഹജീവികളോട് സ്നേഹമൊക്കെ അറിയാതെ നമ്മിലേക്ക് വന്നു ഭവിക്കും. അപ്പോൾ അങ്ങനെ നമ്മൾ ഖുർആൻ പതിവായി വായിക്കുകയും ഖുർആൻ പരിഭാഷ വായിക്കുകയും ചെയ്യുന്ന ആ ഭാഗ്യന്മാരുടെ കൂട്ടത്തിൽ അല്ലാഹു നമ്മൾ ഉൾപ്പെടുത്തുമാറാകട്ടെ. ഖുർആൻ വായിക്കുന്നത് വഴി നമ്മുടെ രോഗങ്ങൾക്ക് ശമനം അല്ലാഹു നൽകുമാറാകട്ടെ. മാനസികവും ശാരീരികമായ രോഗങ്ങൾക്ക് ശമനം ഇത് നൽകുമാറാകട്ടെ. അതുപോലെ തന്നെ ഇത്
ഈ സതുപദേശം ഖുർആനിലുള്ള സതുപദേശങ്ങൾ ഒരുപാടുണ്ട് അല്ലേ. ലുക്മാൻ അലൈഹി ഇസ്ലാം ഇതൊക്കെ മകനോട് ഉപദേശിക്കുന്ന സതുപദേശങ്ങളുണ്ടല്ലോ. അപ്പോൾ അതുപോലത്തെ ഉപദേശങ്ങളൊക്കെ ധാരാളമുണ്ട്. അതൊക്കെ നമ്മൾ ജീവിതത്തിൽ പകർത്തി നല്ലൊരു ഉത്കൃഷ്ട മനുഷ്യനെ തീരുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. അതുപോലെ കരുണയുള്ളവനായി മാറുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ഖുർആൻ പാരായണം വഴി അങ്ങനെ അള്ളാഹുവിൻ്റെ ശ്രേഷ്ഠദാസന്മാരിൽ ഉൾപ്പെടുവാൻ അള്ളാഹു നമുക്ക് തൗഫീഖ് നൽകുമാറാകട്ടെ. ആമീൻ.